മമ്മി ഇന്ന് പുതിയൊരു കിക്ക് പഠിപ്പിച്ചെന്നുണ്ട്, അത് ചെയ്തു നോക്കട്ടെ. നിന്റെ ഒരു പ്രാക്ടീസ്. പെൺകുട്ടികളായാലേ അല്പം അടങ്ങി ഒതുങ്ങിയൊക്കെ ജീവിക്കണം. അവളുടെ ഒരു കരാട്ടെ. ഞാൻ കരാട്ടെ പഠിക്കുന്നതിന് മമ്മിക്ക് എന്താ? ഡാഡിക്ക് ഇഷ്ടമാണല്ലോ. ഒരു ഡാഡി മോള് വന്നേക്കുന്നു. ഈ വർഷവും കൂടെ ഉള്ളു നിന്റെ കരാട്ടെ പഠിപ്പൊക്കെ. പറഞ്ഞേക്കാം. മമ്മിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മമ്മി ചെയ്യുന്നില്ലേ? അപ്പൊ എനിക്കെന്താ കരാട്ടെ പഠിച്ച? തർക്കത്തിന് പറയുന്നോടി. ഇത് വെച്ചൊന്ന് തന്നാലുണ്ടല്ലോ. ഡാഡി മമ്മി എന്നെ അടിക്കുന്നു. എന്താ കൊച്ചിനെ ഈ ചപ്പാത്തി കൊണ്ട് അടിക്കുന്നത്? എനിക്ക് എന്തിന്റെ കേടാ? ചിത്രം പഠിക്കാനും സമാധാനം തരില്ല. നിങ്ങൾ ഒരാളാണ് ഈ കൊച്ചിനെ ഇത്ര വഷളാക്കുന്നേ. അതിനിപ്പോ എന്താ ഉണ്ടായത് ഇത്ര മാത്രം കരുതുള്ളാനായിട്ട്? ഡാഡി ഞാൻ പറയാം, ഞാൻ കരാട്ടെ പഠിക്കുന്നത് മമ്മിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ മമ്മിയോട് ചോദിച്ചു, മമ്മിക്ക് ഇഷ്ടമല്ല, മമ്മി ചെയ്യുന്നില്ലേ? അപ്പൊ എനിക്കെന്താ കരാട്ടെ പഠിച്ച? ആ മോള് പറയുന്നതിൽ വല്ല തെറ്റുണ്ടോ? നീ എല്ലാ ദിവസവും പള്ളി മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് പരദൂഷണ കമ്മിറ്റി നടക്കുന്നില്ലേ? ഞാൻ തടയുന്നുണ്ട് ഇല്ലല്ലോ. അത് നിന്റെ ഇഷ്ടം. നിങ്ങളെ പോലെ സോഷ്യൽ മീഡിയയിലെ പെണ്ണുങ്ങളെ ഒലിപ്പിച്ച് നടക്കുന്നതൊക്കെ ഞാൻ നടക്കുന്നില്ല. നീ എന്തൊക്കെ പറയണേ? ഞാനൊരു ചിത്രകാരനായതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ സ്വാഭാവികമായും കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടായിരിക്കും. അതിലെന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. നടന്നോ. കാണുന്ന പെണ്ണുങ്ങളെ കെട്ടിപ്പിടിച്ച് നടന്നോ. ഡാഡിയുടെ ചിത്രങ്ങൾക്ക് കുറെ ലൈക്കും കമന്റും കിട്ടുന്നതിന് മമ്മിക്ക് അസൂയാണ്. അതേടി എനിക്ക് അസൂയ. ഒന്നങ്ങോട്ട് തന്നാലുണ്ടല്ലോ. എന്നോടുള്ള ദേഷ്യം കൊച്ചിനടുത്ത് തീർക്കരുത്. നിനക്ക് ഇന്ന് പള്ളിയിൽ എന്തോ മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞില്ലേ? ചെല്ലാൻ നോക്ക്. അവിടെ പരദൂഷണ കമ്മിറ്റിക്കാർ കാത്തു നിൽക്കുന്നുണ്ടാവും നിന്നെ. ചെല്ല്. ഞാൻ പൊക്കോളാം. ഡാഡി മോള് എന്ത് വേണേലും അയക്കും. ഓ ചെല്ല്, പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കുക പള്ളിയിൽ പോയി. അല്ല ഡാഡി മമ്മി എന്തെന്നോട് ഇങ്ങനെ? ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ. ആ മോളെ, അതൊന്നും കാര്യാക്കണ്ട. മമ്മിക്ക് മോളോട് സ്നേഹക്കുറവൊന്നുമില്ല. പിന്നെന്തിനാ മമ്മി എപ്പോഴും എന്നോട് ദേഷ്യപ്പെടുന്നതും അടിക്കുന്നതും? അത് പിന്നെ മമ്മിക്ക് ഓഫീസിൽ കുറെ ടെൻഷനൊക്കെ ഇല്ലേ? ആ ടെൻഷൻ മോളുടെ അടുത്ത് കാണിക്കണതാ. സാരില്ല. എന്നോട് മാത്രല്ല ഡാഡിയോടും ചീത്ത പറയുന്നുണ്ട്. മോളുടെ മമ്മി ഇങ്ങനൊന്നും ആയിരുന്നില്ല, പച്ച പാവായിരുന്നു. പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ? അതെ, മമ്മി പള്ളിയിൽ പോകാൻ വേണ്ടി ഡ്രസ്സ് മാറുന്നുണ്ട്. മമ്മി പോയിട്ട് നമുക്ക് സംസാരിക്കാം കേട്ടാ. മോള് കാര്യം ചെയ്യ്, പോയിട്ട് ആ ഡ്രസ്സൊക്കെ ഒന്ന് മാറി. ഡ്രസ്സ് കേടാക്കണ്ട കേട്ടാ. ശരി. ഡാഡി ഇതെന്താ? ഇതാണ് ഡാഡിക്ക് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ പിക്ചർ. ആണോ? ഇത് കണ്ടിട്ടാണ് നിന്റെ മമ്മിക്ക് കലിപ്പളകിയത്. മനസ്സിലായില്ല? വെറുതെ അല്ല എന്നെ അടിക്കാൻ വന്നത്. ഉണ്ടോ? അപ്പോൾ ഇത് ഈ പിക്ചറിൻ്റെ പ്രത്യേകത നോക്കി. ഇതിൽ വേറെയും പല പല ചിത്രങ്ങളുണ്ട്. ഉണ്ടോ? ബ്യൂട്ടിഫുൾ. രസമുണ്ട്. വാളിയ നേരം വയ്യപ്പോ ഞാൻ വിചാരിച്ചു ഇനി വരില്ലാന്ന്. ഇല്ല ചേട്ടാ, ജോലി കഴിഞ്ഞ് ഇറങ്ങാൻ കുറച്ച് താമസിച്ചു. അളിയന്റെ ഫോൺ കോൾ വന്നപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു എന്തെങ്കിലും അത്യാവശ്യം കാര്യമില്ല അളിയെ വിളിക്കില്ല. Did you go to karate practice today? Yeah, I just came down. How's your football? I didn't go today. I was not feeling well. Oh, okay. മരിയക്കുട്ടിയുടെ കരാട്ടെ പ്രാക്ടീസ് ഒക്കെ എവിടെ വരെ എത്തി? ഇപ്പൊ ബ്രൗൺ ബെൽറ്റ് എത്തി. അതെയോ? ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ കരാട്ടെ പഠിക്കുന്നത് നല്ലതാണ്. പൂവാലന്മാര് വന്ന് നേരിടാലോ. അത് ശരിയാണ്. എന്താണെങ്കിലും അമ്മ ആ സ്വീറ്റ്സ് ബാക്കി തരോ? പിന്നെ ഇത് ചേച്ചിക്ക് വേണ്ടിയാണ്. താങ്ക്സ് മോളെ. അതൊക്കെ പിന്നെ തുറന്നു നോക്കാം. അവിടെ വെച്ച് അളിയ എവിടെ നമ്മുടെ കഥാനായിക? എന്റെ പൊന്നു പെങ്ങളെ. അല്ല ഇപ്പൊ ഇല്ലല്ലോ അല്ലേ? ഒന്നും പറയണ്ട എൻ്റെ അളിയാ. കുറച്ച് നേരത്തെ ഈ മരിയമ്മോളുടെ ദേഹത്ത് തായമ്പൊക്കെ പ്രാക്ടീസ് ആയിരുന്നു എൻ്റെ പെങ്ങള്. ഇതൊക്കെ കഴിഞ്ഞ് പള്ളിയിരിക്കുന്നു പറഞ്ഞിട്ട് അണിഞ്ഞൊരുങ്ങി പോയിട്ട്. അയ്യോ, മോള് ഉപദ്രവിച്ചോ? ഈ നാത്തൂന് എന്താ പറ്റിയത്? അതിനെക്കുറിച്ച് പറയാനല്ലേ ഞാൻ നിങ്ങളെ വിളിച്ചത്. അവളില്ലാത്തപ്പോഴല്ലേ അവളുടെ കാര്യം സംസാരിക്കാൻ പറ്റുള്ളൂ. അത് ശരിയാ. അവളിപ്പോ വരുമോ? ഇനി ഉച്ച കഴിഞ്ഞ് നോക്കിയാൽ മതി. ഇന്ന് അവധി ദിവസമല്ലേ? ഒരു അവധി ദിവസം കിട്ടിക്കഴിഞ്ഞാൽ പള്ളിയിലെ പരദൂഷണ കമ്മിറ്റിക്കാരുടെ ദിവസമാണ്. ഒരു അവധി ദിവസം കിട്ടിയാലും നാത്തൂന് തിരക്കാ.
ഇന്നൊരു ദിവസമെങ്കിലും റെസ്റ്റ് എടുത്തൂടെ? അവധി ദിവസമാണ് ഇവൾക്ക് ഏറ്റവും കൂടുതൽ ബിസി. കരിസ്മാറ്റിക് അല്ലേ? ഈ കരിസ്മാറ്റിക് എന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. പ്രാർത്ഥനയോ പ്രാർത്ഥന, പ്രവർത്തി നേരെ മറിച്ചു. ഈ ബൈബിൾ പോലും ശരിക്കും വായിക്കൂല, അതിനുള്ളടക്കം അറിയൂല. അത് പറഞ്ഞപ്പോഴാ നിങ്ങൾക്ക് തമാശ കേൾക്കണം. ഞാൻ അവളോട് ദിവസം ചോദിച്ചു, നിങ്ങൾ വലിയ പ്രാർത്ഥനക്കാരാണല്ലോ, മാതാവിൻ്റെ അപ്പൻ ആരാ? അറിയോ നിങ്ങൾക്ക്? എനിക്കറിയൂലേ. പിന്നെ ഞാൻ ഒന്നും എടുത്ത് വായിച്ചു നോക്കാറൊന്നുമില്ല. ഉണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. ജോവാക്കിം എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ ജോവാക്കിം? കേട്ടിട്ടൊക്കെ ഉണ്ട്. ജോവാക്കിമാണ് മാതാവിൻ്റെ അപ്പൻ. ഞാൻ കുറേ നസ്രാണികളോട് ചോദിച്ചു, 90% പേർക്കും അറിയില്ല. ഇനി ഇവരൊക്കെ ഈ കക്ഷത്ത് ബൈബിൾ വെച്ച് നടക്കുന്നത് എന്തിനാ? ഇപ്പോൾ മനസ്സിലായ? ഇതാണ് പൊതുവെ കരിസ്മാറ്റിക്. മോനെ നിർമ്മലേ, നിന്റെ ഫുട്ബോൾ കളിയൊക്കെ ഇപ്പൊ എവിടെ വരെയായി? ഞാനാ ടീം ക്യാപ്റ്റൻ. നീയാണോ ടീം ക്യാപ്റ്റൻ? വെരി ഗുഡ്. പഠിപ്പും കഴിയെല്ലാം വേണമല്ലോ. പോട്ടെ. അതേ, കുട്ടികളാകുമ്പോൾ എല്ലാം പഠിച്ച് വളരണം. അത്യാവശ്യം കുറച്ച് കുരുത്തക്കേടും വേണം. അല്ല, നമ്മുടെയൊക്കെ ചെറുപ്പത്തിലേ പാടത്തും പറമ്പിലും ഒക്കെ എന്തെല്ലാം കളികളായിരുന്നു. അതൊക്കെ ഒരു കാലം. വലിയ കുട്ടി, ആന്റി ഇതുവരെ മോളുടെ കരാട്ടെ പെർഫോമൻസ് കണ്ടിട്ടില്ലല്ലോ. ഒന്ന് കാണിക്കാൻ പറ്റുമോ? ഇപ്പൊ ചെയ്യണോ? അങ്ങളും കാലട്ടെ മരിയ മോളുടെ മിടുക്ക്. എന്നാ അങ്കിള് ഞാൻ കിക്ക് ചെയ്യാ, അങ്കിള് ബ്ലോക്ക് ചെയ്താ മതി. അയ്യോ, അങ്കിളിനും ബ്ലോക്കും കിക്കും ഒന്നും അറിഞ്ഞൂടാ മോളെ. എല്ലാം മർമ്മത്തിൽ കൊണ്ട അത് മതി. മോളെ, എൻ്റെ നെഞ്ചത്ത് ഇടിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന പോലെ ഈ പാവം അങ്കിളുടെ നെഞ്ചത്ത് ഇടിച്ച് ഷോ കാണിക്കണ്ട. ഒറ്റയ്ക്കുള്ള പെർഫോമൻസ് മതി കേട്ടോ. എന്നാലും ഓക്കെ. അയ്യോ, ഇതിനെ കരാട്ട ചെയ്തില്ലേ? ഈ നിർമ്മൽ പാടത്ത് ഏത് പാട്ട് പാടുന്നത്? ഏതാ വെച്ചാ പാടിക്കോ. അങ്കിളെ ചെലപ്പോ തെട്ടോട്ടോ. സാരില്ല മോനെ, തെറ്റിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല. ഇവിടെ മാർക്കിടാനൊന്നും ആരും ഇരിക്കണില്ല. നീ ധൈര്യമായിട്ട് പാടുക. चटका जरा सा महसूस हुआ एक लाइफ की कहानी में कष्ट मारा ब्रेक हो रहा है क्यों कंफ्यूज मेरे दिल मशरूम मरेगा तुम से मांगे दे यही उम्र है कर ले गलती से मिस्टेक. വെരി ഗുഡ്. തെറ്റാണ്ട് പാടിയല്ലോ. മിടുക്കൻ മിടുക്കൻ. ഇരിക്കട്ടാ. വലിയ കുട്ടി, അവനെ വിളിച്ച് അപ്പുറത്ത് റൂമിൽ കൊണ്ടേ ഒട്ടത്ത മീനരെ കാണിച്ചു കൊടുക്കട്ടാ. എന്താ അളിയ പ്രശ്നം? എൻ്റെ സണ്ണി, നിന്റെ പൊന്നാര പെങ്ങളുടെ നട്ടും ബോൾട്ടൊക്കെ ഊരി കെടുക്കുക. ആവശ്യമില്ലാണ് ദേഷ്യപ്പെടുക. അല്ല ചേട്ടാ, നാത്തൂന് ഇങ്ങനെ ആരോടും ദേഷ്യപ്പെടുന്ന പ്രകൃതമൊന്നും ആയിരുന്നില്ല. ഇപ്പൊ ഇതെന്തുട്ടാ പറ്റിയത്? ഒന്നും പറയണ്ട. ഈ അടുത്ത കാലത്താണല്ലോ അവൾ ജോലിക്ക് പോകാൻ തുടങ്ങിയത്. അതിന് ശേഷം തുടങ്ങിയതാണ് ഈ ദേഷ്യപ്പെടുന്ന സ്വഭാവം. അല്ല, അളിയെ നിർബന്ധിച്ച് ജോലിക്ക് പറഞ്ഞാച്ചതാണോ? അതാവും ദേഷ്യം. ഈ ജോലി അവൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം അവളായിട്ട് തിരഞ്ഞെടുത്ത ജോലിയാണ്. അതൊന്നുമല്ല പ്രശ്നം. പിന്നെ ആ ജോലി സ്ഥലത്തുള്ള ലേഡി സ്റ്റാഫ് അവരെന്നെ കുറിച്ച് ചോദിച്ചറിയത്രേ. ഹസ്ബൻഡിനെ കുറിച്ച് ചോദിച്ചറിയതിൽ എന്താ പ്രശ്നം? അത് ഹസ്ബൻഡിനെ കുറിച്ച് ചോദിച്ചറിയുന്നതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതെന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സോഷ്യൽ മീഡിയയിലെ കുറച്ച് ചിത്രങ്ങളൊക്കെ എന്നും പോസ്റ്റ് ചെയ്യുമല്ലോ. ഇതൊക്കെ അവർക്ക് ഇഷ്ടമാണത്രേ. നിങ്ങൾക്ക് ചേട്ടൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതെ, ഈ ജേക്കബ് വലിയ വീട്ടിലെന്ന ചിത്രകാരൻ മറ്റേ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ചിത്രങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുമല്ലോ. അപ്പം അതിന് ഒരുപാട് ഫാൻസ് ഉണ്ട് ചേട്ടന്. അതാണ് ഈ പ്രശ്നത്തിനൊക്കെ കാരണം. അല്ലെങ്കിൽ അളിയന്റെ ചിത്രങ്ങൾ ആർക്കും ഇഷ്ടമില്ലാത്തത്? ഞാൻ പോലും അളിയന്റെ ആരാധക. ഇതൊക്കെ ഇപ്പോൾ അളിയൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ പോലെ അവിടെയുള്ള സ്റ്റാഫ് എല്ലാവരും എൻ്റെ ഡെയ്സിയോട് പറയും, ഞങ്ങളെല്ലാവരും എൻ്റെ ആരാധകരാണ്, മാത്രമല്ല എന്നെ കാണണമെന്നൊരു ആഗ്രഹമുണ്ടെന്ന്. ഇത് കേൾക്കേണ്ട താമസം. പിന്നെ അവൾക്ക് കലിയായി, ദേഷ്യമായി. ഇതാണ് വിഷയം. അല്ല, ചേട്ടനോട് ഇതൊക്കെ ആരാ പറഞ്ഞത്? ഡെയ്സി തന്നെ, അല്ലാണ്ട് വേറെ ആരാ? എന്നിട്ട് ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ അവൾ വളരെ അഭിമാനത്തോടെ പറഞ്ഞിരുന്നതൊക്കെ. പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിയാൻ തുടങ്ങിയോട് കൂടിയിട്ട് അവളുടെ മട്ടും ഭാവമൊക്കെ മാറാൻ തുടങ്ങി. ഓഹോ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ആരാധകരായ സ്ത്രീകളെ അളയനെ തട്ടിക്കൊണ്ടു പോകുമോ എന്ന ശങ്ക ഉണ്ടായിണ്ടാവും. അങ്ങനെയല്ല ചേട്ടാ, നാത്തൂന് ഒരുപാട് ചേട്ടനെ സ്നേഹിക്കുന്നുണ്ട്. അത് സ്നേഹം കൂടിപ്പോയിക്കുമ്പോൾ ഈ പ്രവർത്തിക്കുന്നതും പറയണതൊക്കെ ഇങ്ങനെ ആയി പോണത്, അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല.
അവൾ എന്നെ ജീവനെ പോലെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ചില സമയങ്ങളിൽ അവളുടെ സംസാരം അതിരുവിട്ട് പോകുന്നു. പലപ്പോഴും വയലൻ്റ് ആവുന്നു. എങ്കിൽ സൂക്ഷിക്കണം. ഒരു സൈക്കോളജിസ്റ്റ് കാണിച്ചാലോ? ബെസ്റ്റ്. ഈ സൈക്കോളജിസ്റ്റിനെ കാണിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാനൊരു ദിവസം ഒന്ന് സൂചിപ്പിച്ചു. ഉടനെ അവൾ പറയാ, എല്ലാവരും മുമ്പിലും എന്നെ ഒരു ഭ്രാന്തിയെ ചിത്രീകരിച്ചാൽ നിങ്ങൾക്ക് പണി എളുപ്പമായല്ലോ അല്ലേ. എന്താ പറയുക, അവളോട് ഒന്നും മിണ്ടിക്കൂടാ. അതിനൊരു കാര്യം ചെയ്യാളിയാ, അളിയൻ്റെ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോയാൽ മതി. ഒരു കാര്യമില്ല. കാരണം എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും അവൾക്കറിയാം. എൻ്റെ ഒരു ഫ്രണ്ടും ഒരു ഹോസ്പിറ്റലും ജോലി ചെയ്യില്ല എന്ന് അവൾക്കറിയാം. അതുകൊണ്ട് ആ നമ്പറൊന്നും നടക്കില്ല. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോകാൻ നിൽക്കണ്ട. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കൊളീഗുണ്ട് സുജിത്ത്, അയാളുടെ വൈഫ് നല്ലൊരു സൈക്കോളജിസ്റ്റാണ്. നമുക്ക് അവരുടെ വീട്ടിൽ പോവാം. ഞാൻ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ അങ്ങനെ വല്ല നാടകമൊക്കെ കളിച്ചേ പറ്റും. അതായിരിക്കും ചേട്ടൻ നല്ലത്. എന്താ ചെയ്യുക? വിഷമിക്കാതിരിക്കാളിയ. ഈ പറഞ്ഞ ഡോക്ടർ നല്ല ഡോക്ടറാണെന്ന് ഞാനും കേട്ടിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കൗൺസിലിംഗ് കൊടുത്താൽ എല്ലാം ശരിയാവും. ഇത്രയും നേരം നമ്മൾ ഒരുമിച്ച് ഒറ്റയ്ക്കൊറ്റയ്ക്ക് സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ പറയാം. ഡെയ്സിക്ക് ഭർത്താവിനോടുള്ളത് ഒരുതരം പൊസസീവ്നെസ്സാണ്, സ്നേഹ കൂടുതൽ കൊണ്ടുള്ള പൊസസീവ്നെസ്. ഡോക്ടർ, എൻ്റെ ഭർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഭർത്താവിനെ സ്നേഹിക്കുന്നതിനൊരു തെറ്റുമില്ല, പക്ഷെ അത് ഓവർ പൊസസീവ്നെസ് ആകാതെ നോക്കണം. ഡോക്ടർ, ഈ സ്വന്തം എന്ന് കരുതുന്നതിനല്ലേ പൊസസീവ്നെസ് എന്ന് പറയുന്നത്? എൻ്റെ ഭർത്താവ് എൻ്റെ സ്വന്തമല്ലേ? എല്ലാ ഭാര്യമാർക്കും ഭർത്താക്കന്മാർ അങ്ങനെ തന്നെയാണ്, മറിച്ചും അങ്ങനെ തന്നെയാണ്. എന്ന് വെച്ച് എൻ്റെ ഭർത്താവിനെ ആരും നോക്കരുത്, മിണ്ടരുത്, സ്നേഹിക്കരുത് എന്നൊക്കെ ചിന്തിക്കുന്നത് വലിയ അപകടമാണ്. ഒന്നുമില്ലെങ്കിലും ജേക്കബ് സാറ് ഒരു പേരുകേട്ട ചിത്രകാരനല്ലേ. അമ്മേ, ഞങ്ങൾ കളിക്കാൻ പോണേ. ശരി ശരി, കുഞ്ഞുങ്ങൾ കൂടെ നോക്കിക്കോണം, അടിയൊന്നും ഉണ്ടാക്കരുതേ. പോയിട്ടു. എൻ്റെ ഡോക്ടറെ, ഞാനൊരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റാണ്. സോഷ്യൽ മീഡിയയിൽ ഞാൻ കുറച്ച് സജീവമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഫോളോവേഴ്സ് ഉണ്ടായിരിക്കും. അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ടാവും. എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കൂടുതൽ പേര് ഭർത്താവിനെ സ്നേഹിക്കുന്നത് പോസിറ്റീവായിട്ടല്ലേ കാണാനുള്ളത്? എൻ്റെ ഡോക്ടറെ, പബ്ലിക്കിനോട് എനിക്ക് പറയാൻ പറ്റുമോ? എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്ത കാരണം കൊണ്ട് നിങ്ങളാരും എൻ്റെ പോസ്റ്റിന് താഴെ ലൈക്ക് അടിക്കരുത്, കമൻ്റ് അടിക്കരുത് എന്ന് പറയാൻ പറ്റുമോ? പെണ്ണുങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് ശൃംഗാരം അല്പം കൂടുതലാണ്, അതാണ് എനിക്ക് പിടിക്കാത്തത്. എൻ്റെ ഡോക്ടറെ, ചില സമയത്തെ കുട്ടികളെക്കാൾ കഷ്ടപ്പെട്ട കാര്യം. കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും പൊതുവേ ഉള്ളൊരു വികാരമാണ് അത് കാര്യമാക്കണ്ട. എനിക്ക് മനസ്സിലാവാത്തത് എന്നോടുള്ള ദേഷ്യത്തിന് ആ കൊച്ചിന് എന്തിനാ തല്ലണമെന്നുള്ളതാണ്. ഭർത്താവിനെ തല്ലാൻ പറ്റില്ലല്ലോ, ആ ദേഷ്യം മോളോട് തീർക്കുന്നു, അത്രേ ഉള്ളൂ. ഡേസി, ഇനി മോളെ തല്ലരുത് കേട്ടോ, പാവം മോളല്ലേ. ഞാൻ എൻ്റെ മോളെ ജീവനെ പോലെ സ്നേഹിക്കുന്നത്, അതാരും മനസ്സിലാക്കുന്നില്ല. ഡോക്ടറെ, ഇപ്പോൾ ഇവൾ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം മോളുടെ കാര്യങ്ങൾ നോക്കുന്നതിനും അവളെ സ്നേഹിക്കാനും എന്തായാലും എനിക്ക് അത്രയും പറ്റാറില്ല. അത് ഇവൾ പറഞ്ഞത് ശരിയാണ്. എനിക്ക് ദേഷ്യവും സങ്കടവും വരുമ്പോൾ ഞാൻ ചിലപ്പോൾ പൊട്ടിത്തെറിച്ചെന്നിരിക്കും. എന്നാലും എൻ്റെ മോളെ ഞാൻ പൊന്നുപോലെ നോക്കുന്നത്. വന്നതെല്ലാം വന്നു, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇതെല്ലാം ഒരു ദുസ്വപ്നമായിട്ട് രണ്ടുപേരും കണ്ടാൽ മതി. ഡേസിയുടെ ഭർത്താവിന് ആരും കട്ടുകൊണ്ട് പോകത്തില്ല കേട്ടോ. അതെ, വേണമെങ്കിൽ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് മുഴുവനും ഞാൻ ഡിലീറ്റ് ചെയ്യാം. എൻ്റെ സ്വന്തം ഭാര്യയുടെ സ്നേഹത്തെക്കാളും വലുതല്ലല്ലോ എൻ്റെ നാട്ടുകാരുടെ സ്നേഹം. എലിയെ പിടിക്കാൻ ഇല്ലം ചുടുന്ന പോലെയല്ലേ. ഡേസി അങ്ങനൊന്നും പറയില്ല, അല്ലേ ഡേസി? എനിക്ക് വേണ്ടി ആരും സോഷ്യൽ മീഡിയ ഉപേക്ഷിക്കണ്ട. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം മത്സരിക്കേണ്ടവരല്ല. അഥവാ മത്സരിച്ചാൽ തോക്കുന്നത് ഒറ്റയ്ക്കായിരിക്കില്ല, കുടുംബത്തോടെ ആയിരിക്കും. അതിൽ കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ഒന്നും അറിയാത്ത കുഞ്ഞു മക്കളായിരിക്കും. അതോർത്താൽ എല്ലാവർക്കും നല്ലത്. എനിക്കാരെയും തോൽപ്പിക്കണമെന്നില്ല. അതെ, ഡെയ്സി വിജയിക്കാൻ വേണ്ടി തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. എന്നാലേ
രണ്ടാളും സന്തോഷത്തോടു കൂടി വീട്ടിൽ പോയിക്കോളൂ. രണ്ടുപേരും ചിരിച്ചുകൊണ്ട് കൈ കൊടുത്തേ. കൊടുക്ക് ഡേസി. ചിരിക്ക് ഡേസി. ഡേസി ചിരിക്ക്. വരട്ടെ, നന്നായിട്ട് ചിരിക്ക്. അങ്ങനെ ഇനി നിങ്ങളുടെ വീട് സ്വർഗമായിരിക്കും. താങ്ക് യു ഡോക്ടർ. അങ്ങനെ ആ കാര്യം സോൾവായി. അതെ സാറേ, സാറിൻ്റെ ഫേസ്ബുക്കിൽ ഞാനൊരു റിക്വസ്റ്റ് അയക്കുന്നുണ്ട്, ഒന്ന് അക്സെപ്റ്റ് ചെയ്തേക്കണേ. എൻ്റെ പൊന്നു ഡോക്ടറെ, ഞങ്ങൾ സന്തോഷമായിട്ടൊന്ന് ജീവിച്ചു പൊക്കോട്ടെ. ഈ ഒരു കട്ടക്കലിപ്പ് എന്നെ കൊണ്ടാവില്ല.